Yes, my dear students, welcome back. Physics ക്ലാസ്സിലെ ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ നെയിം ലോസ് ഓഫ് മോഷൻ. മെക്കാനിക്സ് എന്നൊരു ടോപ്പിക്കാണ്, മോഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പ്ലസ് 1 ഫിസിക്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സിൻ്റെയും പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ, മോഷനെ കുറിച്ചുള്ള ബേസിക്സ് നമ്മളവിടെ പഠിച്ചു. മോഷൻ ഇൻ എ പ്ലെയിനിൽ വരുമ്പോഴേക്ക് വെക്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റും കൂടെ ചേർത്തുകൊണ്ട് പ്രൊജക്റ്റൈൽ മോഷനെയും സർക്കുലാർ മോഷനെയും നമ്മൾ പരിചയപ്പെട്ടു. വീണ്ടും നമ്മൾ മോഷനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ചാപ്റ്റർ നെയിം, യെസ്, ഈ പേര് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ലോസ് ഓഫ് മോഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എവിടെയോ ഇതേ പേരിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണെങ്കിൽ ചലന നിയമങ്ങൾ എന്ന പേരിൽ നിങ്ങളൊരു ചാപ്റ്റർ CBSEയിലും സ്റ്റേറ്റ് ബോർഡിലൊക്കെ പഠിച്ചവർ 8th 9th 10th ക്ലാസ്സുകളിൽ ഇങ്ങനൊരു ടോപ്പിക് ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സയൻറ്റിസ്റ്റിൻ്റെ പേരാ ഓർമ്മ വരുന്നത്? ലോസ് ഓഫ് മോഷൻ പറയുന്നത് യെസ്, നമ്മുടെ വളരെ മഹാനായ സയൻറ്റിസ്റ്റ് സർ ഐസക് ന്യൂട്ടൺ അല്ലേ? ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ. എത്ര ലോസ് ഉണ്ടായിരുന്നു? 3 ലോസ് അല്ലേ? അതിൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും മറന്നാലും തേർഡ് ലോ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവുമല്ലോ. നമുക്ക് പറയാനൊക്കെ നല്ലൊരു രസമുള്ള, ഓർത്തു വെക്കാൻ എളുപ്പമുള്ളൊരു ലോ ആയിരുന്നു തേർഡ് ലോ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ? അതായിരുന്നു തേർഡ് ലോ. ഫസ്റ്റ് ലോ ഓർമ്മയുണ്ടോ? സെക്കൻഡ് ലോയോ? അയ്യോ, അതൊക്കെ മറന്നുപോയി. പക്ഷെ തേർഡിലെ ഇപ്പോഴും ഒരു രസകരമായിട്ട് അങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ട് അല്ലേ? കുഴപ്പമില്ല, മറന്നതൊക്കെ പോട്ടെ. എല്ലാത്തിൻ്റെയും ബേസ് മുതൽ ബൈഹാർട്ടല്ല, നമ്മൾ കാര്യങ്ങൾ മുഴുവനും ഒന്നും കൂടെ പഠിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനൊരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, കഴിഞ്ഞ 2 ചാപ്റ്ററിലും നമ്മൾ മോഷനെ കുറിച്ച് പഠിച്ചു. മോഷൻ്റെ ടൈപ്സ് ആണ് നമ്മളവിടെ കൂടുതലും ഡിസ്കസ് ചെയ്തത്. ബട്ട് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മോഷൻ ഉണ്ടാകുന്നത്. വാട്ട് ഈസ് ദ കോസ് ഓഫ് മോഷൻ? എങ്ങനെയാണ് മോഷൻ ഉണ്ടാവുക? മോഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ചുറ്റുമുള്ള പല ഒബ്ജക്ട്സും നമ്മൾ നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് മോഷൻസ് ഉണ്ടാക്കുക? ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിന് വെറുതെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ ഒരു ഫുട്ബോൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്, അതിനെ കിക്ക് ചെയ്യണം. ഓക്കെ, വെറുതെ നോക്കി നിന്നാൽ ആ ഫുട്ബോൾ മൂവ് ചെയ്യുന്നില്ല. ഒരു പ്ലെയർ ഓടി വന്നിട്ട് ആ ഫുട്ബോളിനെ കാലുകൊണ്ട് ശക്തിയിൽ കിക്ക് ചെയ്യുമ്പോൾ അവിടെ മോഷൻ ഉണ്ടാവാനുള്ള റീസൺ ആ ബോളിലേക്ക് ഒരു കിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം തരം മോഷൻസ് ഉണ്ടാകുന്നുണ്ടോ? വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, വെറുതെ മൂവ് ചെയ്യല്ല. ആ മൂവ്മെൻറ്റിൻ്റെ പുറകിൽ ഒരു റീസൺ ഉണ്ടാവണം അല്ലേ? ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വല്ല ഇലയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഫ്രൂട്ടോ താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിനും ഒരു റീസൺ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഏതെങ്കിലും തരത്തിൽ ഒരു ബോഡിയിലേക്ക് ഒരു പുഷ് അല്ലെങ്കിൽ ഒരു പുൾ, ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു പിടിച്ചു വലി, ഇത് ഉണ്ടാകുമ്പോഴാണ് ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഫുട്ബോളിന് ഒരാൾ ഓടി വന്നിട്ട് കാലുകൊണ്ട് ശക്തിയിൽ പുഷ് ചെയ്യാണ്, ഒരു കിക്കാണ്, അതൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിനെ നമുക്കൊന്ന് മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് തള്ളി നോക്കിയാൽ മതി. ആ ടേബിളിനെ തന്നെ പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് പുഷ് ചെയ്ത് ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അത് മൂവ് ചെയ്യുക അല്ലേ? ഫോഴ്സ്. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വല്ലതും താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പേനയെ, ഈ മാർക്കറിന് ഇവിടെ വെച്ച് വിടുമ്പോൾ താഴേക്ക് വീഴുന്നത്, യെസ്, അവിടെയും ഉണ്ടൊരു ഫോഴ്സ്. അത് ഗ്രാവിറ്റി, എർത്ത് അതിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സാണത്. അപ്പോൾ ചില ഫോഴ്സുകൾ കോണ്ടാക്റ്റ് ഫോഴ്സ് ആയിരിക്കും, ചിലത് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സ് ആയിരിക്കും. ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒരു ബുക്കിനെ പുഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബുക്കിൽ കൈ വെച്ച് തള്ളണം, അത് കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ഓക്കെ, അതേസമയം ഈ പേന താഴേക്ക് വീഴണമെങ്കിൽ ഞാൻ വെറുതെ വിട്ടാൽ മതി, അത് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സാണ്. അവിടെ ഗ്രാവിറ്റി എന്ന ഒരു എഫക്റ്റാണ് ആ ബോഡിയെ താഴേക്ക് പിടിച്ചു വലിക്കുന്നത്. മാഗ്നറ്റുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മാഗ്നറ്റ് ഒരു മൊട്ടുസൂചിയെ അട്രാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അത് കോണ്ടാക്റ്റ് ഫോഴ്സ് ആണോ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സ് ആണോ? നിങ്ങൾ പറയൂ. കോണ്ടാക്റ്റ് ഇല്ലാത്ത ഫോഴ്സ് ആണ് അല്ലേ? കോണ്ടാക്റ്റ് ഇല്ലാതെ കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചാൽ പോലും ആ മൊട്ടുസൂചിക്ക് മാഗ്നറ്റിലേക്ക് ചാടി പിടിക്കാൻ പറ്റും. അപ്പോൾ കോണ്ടാക്റ്റും കോണ്ടാക്റ്റ് ഇല്ലാത്തതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ 2 കേസ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. എനിവേ, ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ഇനി മൂവ് ചെയ്യുന്ന ഒരു ബോഡി സ്റ്റോപ്പ് ആവണമെങ്കിലോ?
ഒരാൾ ഇപ്പോൾ ഫുട്ബോൾ കിക്ക് ചെയ്തു, ഫുട്ബോൾ ഇങ്ങനെ നല്ല സ്പീഡ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാണ്, വേറെ ഒരു പ്ലെയറുടെ അടുത്തേക്കാണ് വരുന്നത്. ആ പ്ലെയർ കാലുകൊണ്ടോ കൈ കൊണ്ടോ ഇപ്പോൾ ഗോൾ അടിക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ഗോളി ആ ബോൾ വരുമ്പോൾ കൈ കൊണ്ട് പിടിച്ചാൽ ആ ബോളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത ബോളിനെ പിടിക്കുമ്പോൾ അത്രയും നേരം മൂവ് ചെയ്ത് വന്ന ബോൾ റെസ്റ്റ് ആകും. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡി മൂവ് ചെയ്യണമെങ്കിലും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി റെസ്റ്റ് ആവണമെങ്കിലും എന്താവശ്യമാണ്? ഫോഴ്സ് ആവശ്യമാണ്. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഫോഴ്സ് വരുന്ന കേസുകളും ഫോഴ്സ് ഇല്ലാത്ത കേസുകളും ഇതൊക്കെ ആരാണ് ഇതിനെപ്പറ്റിയൊക്കെ ആദ്യമേ നമ്മളോട് പറഞ്ഞു തന്നത്? ഈ കോൺസെപ്റ്റിൻ്റെയൊക്കെ ഒരു ശരിയായ ബേസ് എന്താണ്? ആദ്യകാലങ്ങളിലുണ്ടായ ചില തെറ്റായ തിയറികൾ എന്തായിരുന്നു? അതിന് പിന്നീട് ആരൊക്കെ കറക്റ്റ് ചെയ്തു? ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ, ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലൂടെ പഠിച്ച് ന്യൂട്ടൻ്റെ 3 ലോകളെ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത്, ഈ ചാപ്റ്ററിൽ മുഴുവൻ അത്രയേ ഉള്ളൂ, ഫോഴ്സിനെ കുറിച്ചുള്ള ഒരു ടോട്ടൽ സ്റ്റഡി. ഓക്കെ, ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു സംഭവങ്ങളുടെ, ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു തുടക്കക്കാരൻ. അറൗണ്ട് ഒരു 400 years ബാക്കാണ്, 1600 കാലഘട്ടങ്ങളാണ്. അതിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളിലേക്കാണ് ന്യൂട്ടണും വരുന്നത്. ഗലീലിയോയുടെ ശേഷം വരുന്ന അടുത്ത സയൻറ്റിസ്റ്റാണ് ന്യൂട്ടൺ. ഗലീലിയോ പറഞ്ഞ പല കോൺസെപ്റ്റുകളെയും ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കി ഒരു ലോയുടെ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരികയാണ് നമുക്ക് ന്യൂട്ടൺ തന്നത്. അപ്പോൾ ഗലീലിയോയും ന്യൂട്ടണും കൂടെ ചേർന്നാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് രണ്ടുപേരും. ഗലീലിയോ വളരെ പണ്ട് കാലം തന്നെ, ഒരു 400 years ബാക്ക് തന്നെ ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കിയെന്നും ആ ടെലിസ്കോപ്പിലൂടെ പല ഹെവൻലി ഒബ്ജക്റ്റുകളെയും മൂണിനെയും മറ്റ് പ്ലാനറ്റുകളെയും ഒബ്സർവ് ചെയ്തു. മൂണിലുള്ള പലതരം കുഴികളെയും പർവ്വതങ്ങളെയും മൗണ്ടെയ്ൻസിനെയൊക്കെ കുറിച്ചുള്ള ചില ഐഡിയകളൊക്കെ ഗലീലിയോ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റ് പ്ലാനറ്റുകളുടെ, എർത്തല്ലാത്ത മറ്റ് പ്ലാനറ്റുകളുണ്ടല്ലോ, ജുപ്പിറ്ററിൻ്റെ മൂണിനെ കുറിച്ച്, എർത്തിന് മൂണുള്ളതുപോലെ തന്നെ ജുപ്പിറ്ററിനും മൂണുണ്ട്, ആ മൂണിനെ കുറിച്ചുള്ള പല ഐഡിയകളും ഗലീലിയോ പറഞ്ഞിരുന്നു. ഞാൻ വഴിയെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അത്രയും വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച വളരെ ബുദ്ധിമാന്മാരായ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിസിക്സിലുള്ള ഡെവലപ്മെൻറ്റുകളുടെ മിക്കവാറും ഭാഗങ്ങളെല്ലാം നോക്കിയാൽ അവിടെയൊക്കെ ന്യൂട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഗലീലിയോയും ന്യൂട്ടണും, ഗലീലിയോയാണ് നമ്മൾ മോഡേൺ ഫിസിക്സിൻ്റെ ഫാദർ എന്ന് ശരിക്കും നമ്മൾ ഗലീലിയോനെയാണ് വിളിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ വളരെ പണ്ട്, ഗലീലിയോയുടെ ഒക്കെ എത്രയോ കാലം മുന്നേ 1150 ഭാസ്കര എന്ന് പറയുന്ന ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അദ്ദേഹവും ഇതേ ചില കോൺസെപ്റ്റുകളെ കുറിച്ചും ബോഡികളുടെ മോഷനെ കുറിച്ചുമുള്ള ഒരു ബേസിക് ഐഡിയകളൊക്കെ വളരെ പണ്ട് മുതലേ ഈ ഭാസ്കര എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിനെയൊക്കെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അന്നു മുതലേ ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് പേര് വളരെ പണ്ട് കാലം മുതൽ തന്നെ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, കാൽക്കുലസ് മെത്തേഡുകൾ, കാൽക്കുലസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് അതെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ കഥ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളെ ടോപ്പിക്ക് തീരില്ല. ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുമ്പോൾ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. താല്പര്യമുള്ള ആൾക്കാർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കാം, അതിലൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, മോഷനെ കുറിച്ച് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു തെറ്റായ ധാരണ, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഫാലസി എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അരിസ്റ്റോട്ടിൽസ് ഫാലസി. ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ നിഗമനം, ഒരു കോൺസെപ്റ്റിൻ്റെ ശരിയല്ലാത്ത ഒരു രീതി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. എന്തായിരുന്നു അരിസ്റ്റോട്ടിൽ പറഞ്ഞ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് പറയാൻ മതി, വളരെ ശ്രദ്ധിക്കണേ. ആ ന്യൂട്ടൻ്റെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആവാൻ കുറച്ച് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു ബോഡി യൂണിഫോമായിട്ട് മൂവ് ചെയ്യാൻ അതിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം. വല്ലതും മനസ്സിലായോ? അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം ഇതാണ്. അത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, റെസ്റ്റിലുള്ള ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് കൊടുക്കണം, വേണ്ടേ? മൂവ് ചെയ്യുന്ന ഒരു ബോഡി സ്റ്റോപ്പ് ആവണമെങ്കിലും ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാനോ? അതിനെക്കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഒരു ബോഡി മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ, ഒരു ബോള് നമ്മൾ ഒരു ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ തട്ടി വിടുകയാണ്, അതല്ലെങ്കിൽ ഒരു ചെറിയൊരു കുട്ടി ഒരു ടോയ് കാർ ഓടിച്ച് കളിക്കുകയാണ്, കയ്യിലൊരു കാറുണ്ട്, ഒരു ടോയ് കാർ, ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നതല്ല, ഇങ്ങനെ
ഇങ്ങനെ തള്ളിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു തരം കാറാണ്. ആ കുട്ടി ആ കാറിനെ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആ മൂവ്മെൻറ്റ് അതേപോലെ യൂണിഫോമായിട്ട് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു ഫോഴ്സ് അവിടെ നെസസറി ആണല്ലോ, ശരിയല്ലേ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്? പിന്നെന്താ ഫാലസി എന്ന് പറയുന്നത്? തെറ്റായ നിഗമനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് തെറ്റാണ്. അവിടെ നിന്ന് തൊട്ടാണ് നമ്മളെ കറക്ഷൻ തുടങ്ങേണ്ടത്. നമ്മളും വിചാരിക്കുന്നത് അങ്ങനെയാണ്. അരിസ്റ്റോട്ടിൽ ആ കാര്യം പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് ആൾക്കാരും വേഗം അത് വിശ്വസിച്ചു. ശരിയാണല്ലോ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ബട്ട് പിന്നീട് ഗലീലിയോയും ന്യൂട്ടണും അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് തെറ്റാണ് എന്നും ഒരു ബോഡി യൂണിഫോമായിട്ട് പോവാൻ ഒരു ഫോഴ്സും കൊടുക്കേണ്ടതില്ല എന്നും പല എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിച്ചു. ഓക്കെ, ഗലീലിയോ ചെയ്ത പോയിന്റുകളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേ. ഗലീലിയോ ചെയ്ത കുറേ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്. ഒരു ഒബ്ജക്റ്റിന് അദ്ദേഹം ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വിടുന്നു. ഇൻക്ലൈൻഡ് പ്ലെയിനുകൾ, ചരിഞ്ഞ പ്രതലങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റിന് ഒരു ബോൾ വെച്ചു. ഒരു ചരിഞ്ഞ ഒരു സർഫേസ്, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ സർഫേസും പിന്നെ ഒരു ചരിഞ്ഞ സർഫേസും. അതിൻ്റെ മുകളിൽ ഒരു ബോൾ വെച്ചു. ആ ബോളിന് അവിടുന്ന് അദ്ദേഹം ഉരുട്ടി വിട്ടു. ആ ബോൾ ഇവിടത്തേക്ക് എത്തുന്ന മോഷനും അവിടുന്ന് പിന്നെ വരുന്ന മോഷനും ഒബ്സർവ് ചെയ്തു. ആ ഒരു മോഷനൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്തുന്ന സമയത്ത്, ഇത്രയും ദൂരം മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോഷൻ യൂണിഫോം അല്ല. പലപ്പോഴും അതിൻ്റെ മോഷൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ സർഫേസിലൂടെ, പ്രത്യേകിച്ച് ഈ സർഫേസ് ഒരു സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ, ഇതൊരു സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ആ ബോഡി ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, സ്പീഡിൽ മാറ്റം വരുന്നുണ്ട്, യൂണിഫോം മോഷൻ അല്ല. അതിൻ്റെ റീസൺ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ അതിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഗ്രാവിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു ഫോഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് വരുമ്പോഴാണ് വെലോസിറ്റി കൂടുന്നത്. അതേസമയം ഇത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ സർഫേസ് സ്മൂത്ത് ആണെങ്കിൽ പിന്നീട് കാണാൻ കഴിയുന്നത് ഈ ബോഡി ഒരേ സ്പീഡിൽ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്യാൻ അതിലൊരു ഫോഴ്സും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ പലപ്പോഴും നമുക്ക് വരുന്നൊരു മിസ്കോൺസെപ്റ്റ്, ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരു കുട്ടി ഒരു ടോയ് കാർ, ഇവിടെ ഒരു സർഫേസ് ഉണ്ട്, ഒരു ടേബിളിൻ്റെ മുകളിൽ ചെറിയൊരു ടോയ് കാറ് വെച്ചിട്ട് ഒരു കുട്ടി ഈ കാറിനെ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകും. ഇപ്പോൾ ക്വസ്റ്റ്യൻ, അത് മൂവ് ചെയ്യണമെങ്കിൽ ഉന്തിക്കൊണ്ടേയിരിക്കണ്ടേ യൂണിഫോമായിട്ട് പോകണമെങ്കിൽ? അപ്പോൾ യൂണിഫോമായിട്ട് പോകണമെങ്കിൽ ഫോഴ്സ് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഫോഴ്സ് വേണമെന്ന് പറഞ്ഞ അരിസ്റ്റോട്ടലിൻ്റെ ഫാലസി ആയത് എന്തുകൊണ്ടാണ്? ഇവിടെ ഈ കുട്ടി ഈ കാറിനെ യൂണിഫോമായിട്ട് കൊണ്ടുപോകാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി ആ കൊടുക്കുന്ന ഫോഴ്സ് അത് യൂണിഫോമായിട്ട് പോവാൻ വേണ്ടിയിട്ടല്ല. ഈ കാറിനെ തള്ളി നീക്കുമ്പോൾ ഈ രണ്ട് സർഫേസുകൾക്കിടയിൽ മറ്റൊരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫ്രിക്ഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ഘർഷണം, ഫ്രിക്ഷൻ. എല്ലാ ബോഡികൾക്കിടയിലും മൂവ്മെൻറ്റിനെ എതിർക്കുന്ന, നമ്മളിപ്പോൾ ഒരു ടേബിളിനെ തള്ളാൻ ശ്രമിക്കുമ്പോൾ എളുപ്പത്തിൽ തള്ളാൻ പറ്റുമോ? ഒരു ടേബിൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുക, നമ്മളൊരു ഫിംഗർ കൊണ്ട് തള്ളാൻ നോക്കിയാൽ അത് മൂവ് ചെയ്യുമോ? ഇല്ല. നമ്മൾ നല്ല ശക്തിയിൽ തള്ളണം അല്ലേ? അപ്പോൾ നമ്മൾ തള്ളുമ്പോൾ ആരോ നമ്മൾ ആ തള്ളലിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ആ ക്വാണ്ടിറ്റിയാണ് ഫ്രിക്ഷൻ. ഇതൊരു ബേസിക് ഫോഴ്സാണ് അവിടെ ശരിക്കും. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കോണ്ടാക്ട് സർഫേസുകൾക്കിടയിലും ഉണ്ടാകാവുന്ന ഒരു ഫോഴ്സാണ്. ഈ ഫോഴ്സ് നമ്മൾ അതിനങ്ങോട്ട് തള്ളുമ്പോൾ ആ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ തള്ളേണ്ടി വരുന്നത് അല്ലേ? അതേസമയം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രിക്ഷൻ ഇല്ലാത്ത സർഫേസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് ആണെങ്കിൽ, അങ്ങനെ ഒരു സർഫേസ് ഇമാജിൻ ചെയ്യും. ഈ കുട്ടി ഈ ബോഡിയെ തള്ളി നീക്കുന്നത് വളരെ സ്മൂത്തായിട്ട് നല്ല മിനുസമായ ഒരു സർഫേസ്.
അതിൻ്റെ മുകളിൽ ഒരു കാറ് വെച്ചു. ആ കാറിൻ്റെ വീൽസ് ആണെങ്കിൽ അതും വെരി സ്മൂത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ മോഷനെ ഒന്ന് തള്ളി പതുക്കെ ഒരു സ്റ്റാർട്ടിങ് കൊടുത്താൽ മതി. ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുക. പിന്നെ നമ്മൾ തള്ളിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്നങ്ങ് തട്ടി വിട്ട് പിന്നെ നമ്മൾ കയ്യും കെട്ടി നിന്നാൽ മതി. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എത്ര കാലം വേണമെങ്കിലും പോവും. അതിലേക്ക് ഒരു തടസ്സം വരാത്തിടത്തോളം. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നു ഒരു വാളിൽ പോയി അത് തട്ടി, അപ്പോൾ അതവിടെ നിൽക്കും. അതല്ലെങ്കിൽ ഒരു കോറിഡോറിലൂടെ നമ്മളൊരു ഫുട്ബോൾ തട്ടുകയാണ്. ഒരു ഫുട്ബോൾ നമ്മൾ സാധാരണ കാണുന്ന എന്താ, ഒരു ഫുട്ബോൾ നമ്മളിങ്ങനെ തട്ടി, അത് യൂണിഫോം ആയിട്ടാണോ സാധാരണ പോവാറ്? അല്ല. നമ്മളൊരു ഫുട്ബോൾ ഇങ്ങനെ തട്ടി വിട്ടാൽ, ഒരു ബോൾ നമ്മളിങ്ങനെ ഉരുട്ടി വിട്ടാൽ നമ്മൾ കാണുന്നത് താനേ അത് സ്ലോ ആവുന്നുണ്ട് അല്ലേ? അത് യൂണിഫോം ആയിട്ടല്ല പോകുന്നത്. അതിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കുറയുന്നത്? അവിടെ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ആ ഫോഴ്സാണ് വീണ്ടും ഫ്രിക്ഷൻ. ശരിക്കും മനസ്സിലാക്കുക. ഒരു ബോൾ നമ്മളിങ്ങനെ ഉരുട്ടി വിടുമ്പോൾ ആ ബോൾ താനേ സ്റ്റോപ്പായതല്ല, അത് ഫ്രിക്ഷൻ അതിനെ പിടിച്ച് നിർത്തിയത്. അപ്പൊ തിരിച്ചാലോചിച്ചേ, അവിടെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിലോ, വീണ്ടും സ്മൂത്ത് സർഫേസ് ആയിരുന്നെങ്കിലോ, നല്ല കിലോമീറ്റേഴ്സ് നീണ്ടു നിൽക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫേസ് ഇമാജിൻ ചെയ്യും. ഒരാളുണ്ടാക്കി ഒരുപാട് 10 കിലോമീറ്റർ ഇങ്ങനെ നീണ്ടു നിൽക്കുക സർഫേസ്. എന്നിട്ട് അതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ വന്നിട്ട് ഒരു ബോൾ എടുത്ത്, ആ ബോളാണെങ്കിൽ അതുപോലെ സ്മൂത്ത്, ഓക്കെ, നമ്മൾ ജസ്റ്റ് ഉരുട്ടി അങ്ങ് വിട്ട്, ഈ പറഞ്ഞതുപോലെ ഉരുട്ടി അങ്ങ് വിട്ട് നമ്മളിങ്ങനെ നോക്കി നിന്നാൽ മതി. പിന്നീട് അതിലേക്ക് ഒരു ഫോഴ്സും കൊടുക്കേണ്ട കാര്യമില്ല. ആ ബോൾ അങ്ങനെ 10 കിലോമീറ്ററും ആ ബോൾ പോവും. ഒരു സ്ഥലത്തും സ്റ്റോപ്പ് ആവില്ല. അപ്പോൾ യൂണിഫോമായിട്ട് പോവണമെങ്കിൽ നമ്മൾ തള്ളിക്കൊണ്ടേ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബട്ട് ഇവിടെ നമ്മൾ ഈ കാറ് തള്ളുമ്പോൾ മൂവ്മെന്റ് യൂണിഫോം ആകുമ്പോൾ നമ്മൾ തള്ളിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് തോന്നുന്നത് ആക്ച്വലി നമ്മൾ തള്ളുന്നത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ തള്ളുന്നത് ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു പറഞ്ഞാൽ ഫ്രിക്ഷൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ കാറിനെയും ഒന്നങ്ങ് ജസ്റ്റ് തട്ടി വിട്ടാൽ മതി, റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വിട്ടാൽ മതി. പിന്നീട് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ബോഡി അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അവിടെ നിന്നാണ് ഇവർ അരിസ്റ്റോട്ടലിൻ്റെ ഫാലസിയെ പൊളിച്ചെഴുതിയത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യം തെറ്റാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് നമ്മളൊരു അമ്പും വില്ലും എടുത്തു, എന്നിട്ട് നമ്മളിങ്ങനെ അമ്പ് ചെയ്യാണ്, ഒരു ആരോയും ബോയും എടുത്തിട്ട് ആരോ ഇങ്ങനെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാണ്. ആരോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരോ ഇങ്ങനെ യൂണിഫോമായിട്ട് പോകുന്നത് അരിസ്റ്റോട്ടിൽ പറഞ്ഞാണേ. എന്താ ആരോ ഇങ്ങനെ പോകുന്നത്? ആ ആരോയുടെ പുറകിൽ നിന്നിട്ട് എയർ ആരോനെ ഇങ്ങനെ തള്ളി കൊടുക്കുന്നുകൊണ്ടാണ്. അങ്ങനെ തള്ളുന്നത് കൊണ്ടാണ് ആരോ പോകുന്നത്. അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞപ്പോൾ ആൾക്കാരത് വിശ്വസിച്ചു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കുട്ടി ഒരു കാറിനെ ഉന്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എടുത്താൽ ആ കാറ് യൂണിഫോമായിട്ട് പോവാൻ വേണ്ടി തള്ളിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെന്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, അവർ ഈ ഫ്രിക്ഷനെ പറ്റി അന്നേരം ചിന്തിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് എന്താണ്, ഈ കാറ് പോവണ്ടേ, കാറ് യൂണിഫോമായിട്ട് പോകണമെങ്കിൽ തള്ളിക്കൊടുക്കണ്ടേ. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ശരിയാണല്ലോ. ഇപ്പം നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയോ? അവിടെ ശരിക്കും പറഞ്ഞാൽ ആ തള്ളിക്കൊണ്ടേ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ യൂണിഫോമായിട്ട് പോകാനല്ല. യൂണിഫോമായിട്ട് പോകണമായിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കേണ്ട കാര്യമില്ല. ആ ബോഡി സ്മൂത്തായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഈ പറഞ്ഞ ഐഡിയ തന്നെയാണ് ആക്ച്വലി ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ നമ്പർ 1. അപ്പോൾ ഒരു ലോ വെറുതെ ബൈഹാർട്ട് പഠിക്കാതെ ഇത്തരം കാര്യങ്ങൾ ആദ്യം മനസ്സിലേക്കൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഞാൻ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. അതിനു മുന്നേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്, റെസ്റ്റിലുള്ള ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് കൊടുക്കണം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ നിർത്തണമെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു ബോഡി യൂണിഫോമായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കാൻ ഫോഴ്സ് കൊടുക്കണമോ? കൊടുക്കണം എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞു. നമ്മളത് തെറ്റാണ് എന്ന് പറഞ്ഞു. ഗലീലിയോയും ന്യൂട്ടനും കൂടെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തു. അവർ പറഞ്ഞു ഒരു ബോഡി യൂണിഫോമായിട്ട് പോകണമെങ്കിൽ അതിലൊരു ഫോഴ്സും കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അത് ഫ്രിക്ഷനെ ക്യാൻസൽ ചെയ്യാൻ കൊടുക്കുന്ന ഫോഴ്സാണ്, അതല്ലാതെ യൂണിഫോമായിട്ട് പോകാനുള്ള ഫോഴ്സ് അല്ല. യൂണിഫോമായിട്ട് പോകണമായിരുന്നെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കേണ്ടിയിരുന്നില്ല. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ, സ്മൂത്ത് സർഫേസ് ആയിരുന്നെങ്കിൽ അതൊരു ഫോഴ്സും ഇല്ലാതെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബോഡിയുടെ 2 അവസ്ഥകൾ. ഒന്നുകിൽ ബോഡി റെസ്റ്റിൽ നിൽക്കാം, അല്ലെങ്കിൽ ഒരു ബോഡി യൂണിഫോം മോഷൻ. വളരെ ശ്രദ്ധിക്കണേ,
ഒന്നുകിൽ ബോഡി റെസ്റ്റിൽ നിൽക്കാം, അല്ലെങ്കിൽ ബോഡി യൂണിഫോം മോഷനിലാവാം. ഈ രണ്ട് അവസ്ഥകളും ഉണ്ടാവുന്ന എല്ലാ സിറ്റുവേഷനിലും ആ ബോഡിയുടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതായത് ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കണമെങ്കിൽ ആ ബോഡിയിൽ നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കേണ്ട കാര്യമില്ല, അതങ്ങനെ റെസ്റ്റിൽ തന്നെ നിന്നോളും. അതേപോലെ തന്നെ ഒരു ബോഡി യൂണിഫോമായിട്ട് പോകണമെങ്കിലും നമ്മൾ അതിലൊരു ഫോഴ്സും കൊടുക്കേണ്ട കാര്യമില്ല. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ, ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം, അത് ശരിയാണ്. അത് ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സാണ്, ഞാൻ വീണ്ടും പറയുന്നു. ആ സിറ്റുവേഷനിലും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു 5 ന്യൂട്ടൺ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സും 5 ന്യൂട്ടൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്ര എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 ആണ്. കണ്ടോ? അപ്പോൾ ആക്ച്വലി നമ്മൾ കൊടുത്ത 5 ന്യൂട്ടൺ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഈ ഫ്രിക്ഷനെ ക്യാൻസൽ ചെയ്യാനുള്ള 5 ന്യൂട്ടണാണ്. ക്ലിയർ? അപ്പോൾ ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുമ്പോഴും ഒരു ബോഡി യൂണിഫോം മോഷനിലായിരിക്കുമ്പോഴും ആ ബോഡിയുടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുന്നു, അത്രയേ ഉള്ളൂ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. നിങ്ങൾ പഠിച്ചതാണ് നേരത്തെ, ബട്ട് ഒരു ധാരണയില്ലാതെ എന്തൊക്കെയോ ബൈഹാർട്ട് ചെയ്ത് വെച്ചു. അത് പഠിക്കാൻ അത്ര സുഖമൊന്നും ഇല്ലായിരുന്നു. അതേസമയം തേർഡ് ലോ പഠിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തേർഡ് ലോ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ തേർഡ് ലോയും എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കൈമലർത്തും, പറയാൻ നിങ്ങൾക്ക് പറ്റും, ബട്ട് അതെന്താണെന്ന് ചോദിച്ചാൽ. അതുപോലെ തന്നെ ഫസ്റ്റ് ലോ നിങ്ങൾ എന്തോ ബൈഹാർട്ട് ചെയ്ത് വെച്ചതായിരിക്കണം, ബട്ട് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എല്ലാ ബോഡികളും അതിൻ്റെ റെസ്റ്റ് എന്ന ഒരു അവസ്ഥയിൽ, ഒരു സ്റ്റേറ്റിൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെസ്റ്റ് എന്ന ഒരു അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യും. അതായത് റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റിൽ തന്നെ നിൽക്കും. ഓർ ഇൻ യൂണിഫോം മോഷൻ, യൂണിഫോം മോഷനിലുള്ള ബോഡി യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അൺലെസ്, എത്ര കാലത്തോളം? ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ആ ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള, പുറത്തു നിന്നുള്ള, അതാണ് എക്സ്റ്റേണൽ, അൺബാലൻസ്ഡ് ആയിട്ടുള്ള, ബാലൻസ് ചെയ്യാത്ത ഒരു ഫോഴ്സ് വരാത്ത കാലത്തോളം റെസ്റ്റിലുള്ള ബോഡിയാണോ അതെന്നും റെസ്റ്റിലായിരിക്കും. യൂണിഫോം മോഷനുള്ള ബോഡിയാണോ അതെന്നും യൂണിഫോം മോഷനിൽ തുടർന്നുകൊണ്ടേയിരിക്കും. സിമ്പിൾ ഐഡിയ ആണ്. ഒരു സ്ഥലത്ത് ഒരു ടേബിൾ റെസ്റ്റിൽ വെച്ചിരിക്കുന്നു, അതെന്നും റെസ്റ്റ് തന്നെയായിരിക്കില്ലേ? എന്നും എന്ന് പറയുമ്പോൾ എത്ര കാലത്തോളം? ഒരാളെ ടേബിളിൽ വന്ന് തള്ളി, അപ്പോൾ ആ റെസ്റ്റ് എന്നുള്ള അവസ്ഥ മാറും. അപ്പം തള്ളാത്ത കാലത്തോളം അത് റെസ്റ്റ് അല്ലേ? ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ തള്ളൽ എങ്ങനെയായിരിക്കണം? അൺബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് ആവരുത്. അതായത് ഇപ്പോൾ തള്ളൽ നടക്കുകയാണേ, എങ്ങനെ? 2 പേര് വന്നു. ഇപ്പോൾ ഒരു ടേബിൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുക, ഒരു സ്ഥലത്ത് ടേബിൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, റെസ്റ്റിലാണ്. സോ റെസ്റ്റിലുള്ള ടേബിൾ എവിടെ തന്നെ? റെസ്റ്റിൽ തന്നെ. എത്ര കാലത്തോളം? അതിലേക്കൊരു ഫോഴ്സ്. എങ്ങനത്തെ ഫോഴ്സ്? ഇനിയിപ്പോൾ ഈ ബോഡിയിലേക്ക് ഫോഴ്സ് വരികയാണേ, ഒരാൾ ഇങ്ങോട്ട് വന്നു, എ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഈ ബോഡിയെ 5 ന്യൂട്ടണിൽ അങ്ങോട്ടും തള്ളുന്നു. ബി എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് 5 ന്യൂട്ടണിലും തള്ളുന്നു. അപ്പോൾ ചോദ്യം, വന്നല്ലോ, ഫോഴ്സ് വന്നല്ലോ, ബട്ട് ഈ ഫോഴ്സ് കൊണ്ടും കാര്യമില്ല. ഇത് ബാലൻസ്ഡ് ഫോഴ്സാ എന്ന് വെച്ചാൽ ഈ 5 ന്യൂട്ടൺ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഫോഴ്സ് വരണം, ആ ഫോഴ്സ് അൺബാലൻസ്ഡ് ആയിരിക്കണം. ഒന്നുകിൽ ഒരു സൈഡിലേക്ക് മാത്രം തള്ളാം, അതല്ലെങ്കിൽ ഇങ്ങോട്ട് തള്ളുന്നത് 5 ആണെങ്കിൽ ഇങ്ങോട്ട് തള്ളുന്ന 3 ആയാലും കുഴപ്പമില്ല, അപ്പോഴും നീങ്ങും. അപ്പോൾ ഒരു ലോ പറയുമ്പോൾ എല്ലാ സൈഡുകളും പരിഗണിച്ചിട്ടാണ് ലോ പറയുന്നത്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ്, അതോടൊപ്പം അൺബാലൻസ്ഡും ആണ്. ബാലൻസ്ഡ് ആയിരുന്നെങ്കിൽ 5 ആയിരുന്നെങ്കിൽ ആ മോഷൻ വീണ്ടും നടക്കുന്നില്ല, റെസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ മോഷൻ നടക്കണമെങ്കിൽ, അതല്ലെങ്കിൽ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് എത്ര കാലത്തോളമാണ്? ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് വരാത്ത കാലത്തോളമാണ്.
അതേ അവസ്ഥ തന്നെയാണ് യൂണിഫോം മോഷനുള്ള ബോഡിക്കും. ഒരു ബോഡി യൂണിഫോം മോഷനിൽ പോവുകയാണ്, ആ ബോഡി എല്ലാ കാലവും യൂണിഫോം മോഷനിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിലേക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വരാത്തിടത്തോളം ഒന്നുകിൽ ഫ്രിക്ഷൻ വരണം, അതല്ലെങ്കിൽ ആരെങ്കിലും അതിനെ പിടിച്ചു നിർത്തണം. ഫ്രിക്ഷൻ ഇല്ല, ആരും അതിനെ പിടിച്ചു നിർത്തുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ബോള്, നമ്മളൊരു ബോൾ ഉരുട്ടി വിട്ടാൽ ആ ബോള് കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. അത് ആ യൂണിഫോം മോഷൻ എന്ന സ്റ്റേറ്റിൽ, ആ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി is continues to be, അല്ലെങ്കിൽ every body is continues to be in its state of rest or in its state of uniform motion. ആ ബോഡിയുടെ റെസ്റ്റ് എന്ന അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന അവസ്ഥയിൽ തുടർന്നുകൊണ്ടേയിരിക്കും അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഫോഴ്സ് വരാത്ത കാലത്തോളം റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, യൂണിഫോം മോഷനുള്ള ബോഡി യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ യൂണിഫോം മോഷനിൽ പോകുന്ന ബോഡിക്ക് തള്ളിക്കൊടുക്കേണ്ട കാര്യമേ ഇല്ല. തള്ളിക്കൊടുക്കേണ്ടി വരുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് തള്ളുന്നത്. അതല്ലാതെ ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതിനൊന്നങ്ങ് തട്ടിവിട്ടാൽ മതിയായിരുന്നു, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആയോ? ഇനിയും പറയണോ? തീർന്നിട്ടില്ല. നമുക്ക് ആ ലോയെ ഇനിയും നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു ഫ്രെയിം മനസ്സിലായോ? ഫസ്റ്റ് ലോയുടെ ജസ്റ്റ് ഒരു ഐഡിയ എന്താണെന്ന് കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്താണ് എന്നുള്ളൊരു ഐഡിയ നമ്മൾ പറഞ്ഞു തുടങ്ങി. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പറഞ്ഞു. ഇനി ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ, രസകരമായ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആ കാര്യങ്ങൾ പറയാം. ഓക്കെ, ബൈ.